തീർത്തും ഒരു സ്പോർട്സ് കുടുംബം തന്നെയാണ് ഷൈനിയുടേത്. ഷൈനിയുടെ സഹോദരനും സഹോദരിയും എല്ലാം തന്നെ സ്പോർട്സിൽ മികവുറ്റവരായിരുന്നു. ഷൈനിയുടെ സഹോദരൻ ജിജി സ്കൂൾ ലെവലിൽ എല്ലാം സ്പോർട്സ് രംഗത്തുണ്ടായിരുന്ന ആളാണ്. ജീവിതയാത്രയിൽ മറ്റൊരു മേഖലയിലൂടെ തൊഴിൽ തേടി അദ്ദേഹം അമേരിക്കയിലെത്തി അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ ഷൈനിയോടൊപ്പം ഷൈനിയുടെ സഹോദരനും എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ ജിജി എബ്രഹാം ആൻഡ് മിസ്സിസ് ജിജി എബ്രഹാം. എന്താണ് ഈ സ്പോർട്സ് രംഗത്തൊരു തുടക്കം കുറിച്ച് വെച്ചിട്ട് പിന്നെ ഇടക്കാലത്ത് വെച്ചിട്ട് അതങ്ങ് നിർത്തി ജോലിയായി കുടുംബമായി ജീവിതമായി അങ്ങനെ പോകാൻ കാര്യം? ഷൈനി നല്ല ടാലൻറ്റഡ് ആയിരുന്നു. എല്ലാവരും അങ്ങനെയല്ലല്ലോ. അതെന്താണ് അങ്ങനെ തോന്നിയത്? ഞാൻ ടാലൻറ്റഡ് അല്ല, എനിക്ക് അതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അത്തരം റെക്കോർഡുകൾ സ്ഥാപിക്കാനായിട്ട് ചെറുപ്പത്തിൽ സാധിച്ചിട്ടില്ല, അതുകൊണ്ടാണോ പിന്നെ ആ മേഖല വേണ്ട എന്ന്? ഇല്ല, ഞാൻ ട്രൈ ചെയ്തിരുന്നു. പിന്നെ എല്ലാവർക്കും ഏറ്റവും ടോപ്പായിട്ട് വരാൻ പറ്റത്തില്ലല്ലോ. സഹോദരിയുടെ വിജയം എൻജോയ് ചെയ്യാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ജിജിയുടെ മിസ്സസ് സ്പോർട്സ് രംഗത്തൊന്നും ഉണ്ടായിട്ടില്ല? ഞാൻ അങ്ങനെ സ്പോർട്സിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പക്ക ഹൗസ് വൈഫ്? അല്ല, ഇപ്പം ഞങ്ങൾ പഠിക്കുവാണ്. സ്പോർട്സ് രംഗത്തിന് ഞങ്ങൾക്ക് മറ്റൊരു താരത്തെ ജിജി എന്ന് പ്രതീക്ഷിക്കാനാവില്ല അല്ലേ? പക്ഷെ വളർന്നു വരുന്നുണ്ട്. അതാണ്, ഒരാളെ പോലും തരാതിരിക്കാൻ പറ്റില്ല. എന്താ മോൻ്റെ പേര്? പിന്നെ ഇതുപോലെ വലിയ മെഡലൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഒരുപാട് വയസ്സാകുമ്പോൾ ഇങ്ങനെ സമാഗമത്തിന് വിളിക്കും. അപ്പോൾ വരണം, നല്ല മിടുക്കനായിട്ട്. സഹോദരങ്ങളും ഷൈനിയുടെ അതേ മാർഗം തന്നെ പിന്തുടർന്ന് വരണം, സ്പോർട്സ് രംഗത്ത് പേരുകെട്ടവരാണോ അങ്ങനെ തോന്നിയിരുന്നോ? അതോ അവർക്ക് അവരുടെ ഒരു മേഖലയാണെന്നുള്ളത് അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്? അല്ല, എൻ്റെ സിസ്റ്റർ തന്നെ സ്കൂൾ ലെവലിലൊക്കെ എൻ്റെ ഒപ്പം തന്നെ ചെയ്യായിരുന്നു. ഞാൻ ജൂനിയറിലായിരുന്നപ്പോൾ പുള്ളിക്കാരി സബ് ജൂനിയറിൽ ഫസ്റ്റ് പോയി, സ്റ്റേറ്റിലൊക്കെ ഫസ്റ്റ് വരും, സ്കൂൾ നാഷണൽസിന്, സ്കൂളിൻ്റെ സ്റ്റേറ്റിന്. പിന്നെ ജസ്റ്റ് മിനി നാഷണൽ ഫസ്റ്റ് വന്നു, അത്രയൊക്കെ. പിന്നെ പുള്ളിക്കാരി അങ്ങ് റെയിൽവേ ജോലി കിട്ടി. പിന്നെ അങ്ങനെ അത്ര പ്രാക്ടീസ് ഒന്നും അത്ര ഹാർഡായിട്ട് ചെയ്യില്ല. ഇനിയും ഷൈനിയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്പോർട്സ് താരത്തെ കൂടി നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഷൈനിയുടെ സഹോദരി ഷേർലി. ഷേർലി ഉണ്ട്. ഷേർലിയുടെ ഹസ്ബൻഡ് രഞ്ജിത്ത്, അദ്ദേഹം മികച്ച ഒരു സ്പോർട്സ് താരമാണ്. ഫുട്ബോൾ രംഗത്തെ പേരുകേട്ട താരമായ രഞ്ജിത്തിനെയും ഷൈനിയുടെ സഹോദരി ഷേർലിയെയും ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. അതെ, ഇപ്പോഴാണ് ഇത് ശരിക്കും ഒരു സ്പോർട്സ് കുടുംബമായത് അല്ലേ? എബ്രഹാം സാറിൻ്റെ എല്ലാ മക്കളും കൂടെ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എനിക്ക് ഭയങ്കര അഭിമാനമാണ്. സത്യത്തിൽ എൻ്റെ പേര് തന്നെ ഷൈനിയുടെ കെയർ ഓഫിലാണ്. എനിക്ക് ഷൈനിയുടെ അപ്പൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരറിയും. വീട് തന്നെ ഷൈനിയുടെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീടാന്ന് പറഞ്ഞാൽ അറിയില്ല. എബ്രഹാം സാറിൻ്റെ വീടാന്ന് ചോദിച്ചാൽ ആരും അറിയില്ല. ഞാൻ സബ് ഇൻസ്പെക്ടറാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല, ഷൈനിയുടെ അപ്പൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ എനിക്കൊരു സ്വന്തമായിട്ട് പേരില്ല. കാറ് ഷൈനിയുടെ കാറ്, ബൈക്ക് ഷൈനിയുടെ കാറ്, അങ്ങനെ എല്ലാം ആ കെയർ ഓഫിലേ അറിയുള്ളൂ. ആ കെയർ ഓഫിലായിപ്പോയി. അതുകൊണ്ട് സന്തോഷമുള്ളൂ, വളരെയേറെ സന്തോഷമുണ്ട്. കുടുംബത്തിലെല്ലാവരും ഷൈനിയുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമാണ് അല്ലേ? ഷൈനിയുടെ അപ്പച്ചൻ, ഷൈനിയുടെ അമ്മ, ഷൈനിയുടെ സഹോദരി, അങ്ങനെ പറയുന്നത്. രഞ്ജിത്ത് സ്പോർട്സ് രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ആളല്ലേ, ഫുട്ബോളറാണ് അല്ലേ? ഏത് വർഷമാണ് ഈ കായിക രംഗത്തേക്ക് വരുന്നത്? ഞാൻ ആക്ച്വലി നാഷണൽ ലെവൽ വരുന്നത് ജൂനിയർ നാഷണൽ 81. കാലിക്കറ്റിലെ ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പലരും പറയാറുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമാണ് കേരള ടീമിനേക്കാൾ നല്ലതെന്ന് പറയാറ്. കേരള ഫുട്ബോൾ ടീമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനേക്കാൾ നല്ലതെന്ന് പറയാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ? കാലിക്കറ്റിൽ അങ്ങനെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അതൊരു സെലക്ഷൻ ബേസും എല്ലാം നല്ലതായിരുന്നു. പിന്നെ എല്ലാം മലബാറിൽ നിന്നുള്ള മിക്ക പ്ലെയേഴ്സ് വന്ന് ഫുട്ബോളിൽ മലബാറാണ് മെയിൻ. മലപ്പുറം, കാലിക്കറ്റ്, കാനന്നൂറായിരുന്നു മെക്ക ഓഫ് ദ കേരള എന്ന് തന്നെ പറയാം. ആ ഒരുപാട് പ്ലെയേഴ്സ് അവിടുന്ന് വന്നിട്ടുണ്ട് ഞങ്ങളെ കാനന്നൂർ. അപ്പോൾ പിന്നെ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കേരള സന്തോഷ് ട്രോഫിയുടെ ടീമിൻ്റെ അത്രേ ഈക്വലി ഗുഡാണ് ആയിരുന്നു. ഈ ഷൈനിയെ ഏത് കാലം തൊട്ടാണ് പരിചയം? ഷൈനി ഞാൻ വൈഫ് ഷേർലി എല്ലാം ഒരേ സ്കൂളിൽ പഠിച്ച ജീവിരാജ് സ്പോർട്സ് സ്കൂളിൽ. ശരി, അവിടെ നിന്നുള്ള പരിചയം. ഒരേ സമയത്തുണ്ടായിരുന്നു ഇല്ല, ഞങ്ങളെല്ലാം ഒരേ സമയത്ത് ഒരേ ബാച്ച്. ശരി. ഇവർ ആക്ച്വലി കോട്ടയത്ത് ഒരു സ്പോർട്സ് ഡിവിഷനിലായിരുന്നു. അവിടെ നിർത്തിയപ്പോൾ ഒരു 10th സ്റ്റാൻഡേർഡിൽ സ്പോർട്സ് സ്കൂളിലേക്ക് വന്നതാണ്.
ട്രിവാൻഡ്രം. അപ്പോൾ ഞാൻ 8th സ്റ്റാൻഡേർഡ് മുതൽ GV രാജയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്തും പൊതുവേ ഈ സ്കൂളിനൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു ഷൈനി എന്ന് പറയുന്നത് നാളെ നമുക്ക് ഒരുപാട് പേരുണ്ടാക്കി തരുന്ന ഒരുപാട് മെഡലുകൾ വാരിക്കൂട്ടാവുന്ന ഒരു താരമാണ് ഷൈനി എന്നുള്ള തോന്നൽ അന്നേ ഉണ്ടായിരുന്നു അല്ലേ? ഷൈനി അന്ന് 10ാം ക്ലാസ്സിൽ തന്നെ അവൾ ഇൻ്റർനാഷണൽ സീനിയർ ഇന്ത്യൻ ടീമിൽ അവൾ പോയതാണ് 10th സ്റ്റാൻഡേർഡിൽ നിന്ന്. അപ്പോൾ ആ സ്കൂളിൽ അന്ന് ഫസ്റ്റ് ഷൈനിയാണ് സ്കൂൾ ലെവലിൽ പോയിട്ട് ഒരു ഇന്ത്യ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരേ ഒരു അത്ലറ്റ്. രഞ്ജിത്തിൻ്റെ കുട്ടികൾക്ക് സ്പോർട്സിൽ താല്പര്യമുണ്ട്? ഇവള് സ്വിമ്മറാണ്. ശരി. അവൾ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ലെവൽ വരെ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ ഇവള് അത്ലറ്റിക്സ് അവൾക്ക് ഷൈനി ആൻറ്റീൻ്റെ ഐറ്റം മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷൈനി ആൻറ്റിയാണ് റോൾ മോഡൽ അല്ലേ? സ്കൂളിൽ അത്ലറ്റിക്സിൽ ചെയ്യുന്നുണ്ട്. ഷേർലി സ്പോർട്സ് രംഗത്ത് തുടക്കം കുറിച്ച് വെച്ചിട്ട് മാറിക്കളഞ്ഞു അല്ലേ? അതെ. ഏത് ലെവൽ വരെയൊക്കെ വന്നു? നാഷണൽ ലെവലിൽ. നാഷണൽ ലെവലിൽ പോയി. പിന്നെ എന്തുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് ജോലിയെല്ലാം ആയി അങ്ങനെ കുടുംബമായി മക്കളായി കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് ഒഴിവാക്കി. പക്ഷേ ഷൈനി കുട്ടിയായതിനു ശേഷമാണ് അല്ലേ കൂടുതൽ റെക്കോർഡുകൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചത്. ഈ ഷൈനി ഒരിക്കൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. 1992 ഒളിമ്പിക്സ് യാത്രയെക്കുറിച്ച് വളരെ ഇമോഷണലായിട്ട് ഷൈനി എഴുതിയിരുന്നു അല്ലേ? മോളെ അപ്പച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. ആ സന്ദർഭത്തെക്കുറിച്ച് കാരണം മോള് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഞാൻ ഡൽഹിയിൽ എയർപോർട്ടിൽ വെച്ചിട്ട് വിൽസൻ്റെ കയ്യിൽ അപ്പം ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു മോള്. എനിക്കും പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി.